പാചകവാതക പ്രതിസന്ധി സിനിമാ മേഖലയെയും ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. നിരവധി സിനിമകൾ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 12ഓളം സിനിമകളുടെ ചിത്രീകരണം തുടരുകയാണ്. ഈ സിനിമയും കാര്യമായി തന്നെ ബാധിക്കുകയാണ്. എനിക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറിയായ സോഹൻ സീൻലാലാണ്. ഈ പാചകവാതക പ്രതിസന്ധി സിനിമാ മേഖലയെയും ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, സിനിമ പല പ്രതിസന്ധികളെയും തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു പ്രതിസന്ധി നമ്മൾ പ്രതീക്ഷിച്ചതല്ല. കാരണം ഏതാണ്ട് 12 സിനിമകളോളം സൂചിപ്പിച്ചല്ലോ ഷൂട്ട് നടക്കുകയാണ്. അവിടെ ഒരു 150ഓളം പേര് വെച്ചിട്ട് മിനിമം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 2 സിലിണ്ടർ നമുക്ക് മെസ്സിൽ വേണം. പിന്നെ ലൊക്കേഷനിൽ ഈ ചായ കാപ്പി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ അതൊരു 4-5 ദിവസം അതും. അപ്പോൾ മിനിമം ഒരു 2 സിലിണ്ടർ മെസ്സിൽ ഏറ്റവും മിനിമം വേണ്ട സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ മെസ് വർക്കേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ലഭ്യത പരിപൂർണമായും നിലയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫെഫ്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെനു തന്നെ ഒന്ന് കുറക്കുക, പിന്നെ മറ്റ് എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നും നാളെയൊക്കെയായിട്ട് അതിൻ്റെ സജീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വിറകടുപ്പ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല എല്ലാ സ്ഥലത്തും. അപ്പോൾ അയൽവക്കത്തൊക്കെയുള്ള പുക പോകുന്നതും ഇപ്പോൾ ടൈലൊക്കെയുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മുടെ മെസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഇത് വേറൊരു മാർഗ്ഗം കണ്ടെത്താം എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ വിതരണക്കാരും അതോടൊപ്പം തന്നെ ഓയിൽ കമ്പനി സെക്രട്ടറി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊച്ചി മേയർ ഉൾപ്പെടെ പറഞ്ഞത് സമൃദ്ധിയിലൊക്കെ വിറകടുപ്പിലേക്ക് മാറുന്നു. മാത്രമല്ല അവർ ഇത്തരത്തിൽ 1-2 ചെറിയ 10-12 കുറ്റികൾ കിട്ടുന്ന ലെവലിലൊക്കെ അവർ പ്രത്യേകമായ ഒരു പരിഗണനയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക പരിഗണന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, തീർച്ചയായും ഇപ്പോൾ ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ ഒക്കെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് സിനിമാ മേഖലയും ബാധിച്ചു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായം തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിർത്തേണ്ടി വരും. താരങ്ങളുടെയും മറ്റ് ലൊക്കേഷനുകളുടെയും ലഭ്യത ഒക്കെ വെച്ചിട്ട് വളരെ തിടുക്കത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ എല്ലാ മേഖലയും ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സർക്കാർ ഇടപെട്ട് നമുക്ക് എല്ലാ ജനങ്ങൾക്കും പാചകവാതകത്തിൻ്റെ ഒരു ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ പ്രത്യേകമായ പരിഹാരം പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഒന്നല്ല. പാചകവാതക ഈ പ്രതിസന്ധി എല്ലാ മേഖലയിലുമുണ്ട്. അത് സിനിമാ മേഖലയെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം സിബി ജോസഫ്, മീഡിയ 1, കൊച്ചി.